കേരളം അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വികസന പ്രവർത്തനത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകുമ്പോൾ ഒരു വിധത്തിലും അതിനനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേരുടെ മരണത്തിൽ കലാശിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ദുരന്തമുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൻ്റെ ഭാഗമായി കേരളം അവതരിപ്പിക്കപ്പെട്ട ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള 2005 ദുരന്ത നിവാരണ ആക്ടിൻ്റെ സെക്ഷൻ 13 നടപ്പിലാക്കാൻ പോലും തയ്യാറാകാതെ കേരളത്തിനോട് കാണിച്ച അവഗണനയുടെ അവസാനത്താണിയായിരുന്നു കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ കേരളം കാത്തിരുന്നു. പണം ലഭ്യമായില്ലെന്ന് മാത്രമല്ല, ഈ സാമ്പത്തിക വർഷം ലോകത്തു തന്നെ നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ 298 പേർ മരണപ്പെട്ട് ഒരു കുടുംബത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ പോലും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നഷ്ടമായി. വയനാട്ടിലെ ചൂരൽമലയിലെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യർ ദുരന്തത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ആ ബഡ്ജറ്റിനകത്ത് ചൂരൽമല എന്നൊരു വാക്കോ ചൂരൽമലയിലെ മരണപ്പെട്ടു പോയവരെയും രക്ഷകർത്താക്കളില്ലാതെ ജീവിക്കുന്നവരെയും അംഗവൈകല്യം ഏറ്റുവാങ്ങിയവരെയും തുടർ ചികിത്സ വേണ്ടവരെയും പുനരധിവസിപ്പിക്കപ്പെടേണ്ടവരുടെയും മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ലാത്തൊരു ഘട്ടത്തിലാണ് കാശ്മീർ മുതൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ തെക്കുഭാഗത്ത് കിടക്കുന്ന മലയാളം സംസാരിക്കുന്ന 3.5 കോടി മലയാളികളുടെ ഈ നാട്, കേരളമെന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ആശങ്കയോടെ ആബാലവൃന്ദം വരുന്ന കേരളത്തിൻ്റെ ജനതയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ അവഗണനയുടെ നീറിപ്പുകയുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്. എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലിക്കടവിലെ 4ാം വാർഷികാഘോഷത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഈ കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ അവസാനത്തെ ദുരന്തബാധിതനെയും ഈ കേരളം പുനരധിവസിപ്പിക്കും. അത് കേരളം ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പിൻബലമാണ്. ലോകത്തെവിടെയുമില്ലാത്ത മതനിരപേക്ഷതയുടെ സുഗന്ധം പരത്തുന്ന നാടായി ഈ കേരളം മാറിയില്ലേ? ഈ ഒരു മാസക്കാലം 3 മഹത്തായ ആഘോഷങ്ങൾ നമ്മുടെ നാട് കണ്ടു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം ആഘോഷിച്ച ചെറിയ പെരുന്നാൾ, നോമ്പ് തുറകൾ മുതൽ ഈദ്ഗാഹകൾ വരെ മലയാളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സാക്ഷിയുടെ പൂർണ്ണമായ സാന്നിധ്യം. വെടിക്കെട്ട് നടത്തിയും വിഷു കൈനീട്ടം കൊടുത്തും മഞ്ഞ കൊമ്മയുടെ വിഷു ആഘോഷിച്ചു ജാതിക്കതീതമായ മലയാളികളുടെ കൂട്ടായ്മ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്റർ ഇന്നലെ കേരളം മുഴുവൻ ഒരിടത്തും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശുയാത്രകളിൽ പോലും വഴിയിൽ തടസ്സമോ ശബ്ദങ്ങളോ ഇല്ലാതെ മതനിരപേക്ഷ കേരളം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. ആ മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയാത്ത മതനിരപേക്ഷത, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ജനകീയ സുരക്ഷിതത്വം, അത് വാഗ്ദാനം ചെയ്ത ഇന്ത്യയിലെ ഗവൺമെന്റിന്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളം എന്ന പേര് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. എത്രയേറെ ദുരന്തങ്ങൾ, എത്രയേറെ ആരോപണങ്ങളും ദുരന്തങ്ങളും ഇടതടവില്ലാത്ത വിധം കേരളത്തിൻ്റെ തലയ്ക്കുമീതെ പെയ്തിറങ്ങുകയാണ്. എന്തെല്ലാം ആരോപണങ്ങൾക്ക് ഈ ഗവൺമെന്റിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ആ ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നിപ്പോൾ നിലവിലുണ്ടോ? ആരോപണങ്ങളുടെ പെരുമഴ വസ്തുനിഷ്ഠമായ വിശകലനത്തിന് വിധേയമാക്കിയാൽ ഒന്നുമില്ലാത്ത വിധമാണെങ്കിലും ആരോപണങ്ങളുടെ തുടർക്കാഴ്ച ഈ കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് 11-ാം തീയതി ദുരന്തബാധിതരെ കാണാൻ നേരിട്ടെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ആഗസ്റ്റ് 17-ന് കേന്ദ്ര ഗവൺമെന്റിന് കേരളം കൊടുത്ത ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന് സമ്മാനിച്ച ഒരു മെമ്മോറാണ്ടം പോലും ഈ കേരളത്തിനകത്ത് വിമർശനത്തിന് വിധേയമായി. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ദുരന്തം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി വരാൻ പോകുന്ന ചെലവുകളെക്കുറിച്ച് പ്രതിപാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടത്തെ
കറുത്ത പുകയിൽ നിർത്തിക്കൊണ്ട് മരണപ്പെട്ടതിൻ്റെ ശവസംസ്കാരത്തിന് 75,000 രൂപ എഴുതിയെടുത്തവരാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ പോലും 9 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു, ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് 9 മാസക്കാലം ഇരിക്കേണ്ടി വന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ എത്രയേറെ ആരോപണങ്ങൾക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായി. ഏതെങ്കിലും പേടി നമുക്കുണ്ടോ? ഗവൺമെന്റ് വികസനത്തെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, വിവാദങ്ങളെക്കുറിച്ചല്ല. വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം ചെലവഴിക്കാനല്ല. കുറഞ്ഞ കാലം കൊണ്ട് 3.5 കോടി മലയാളിയെ സമസ്ത മേഖലകളിലെയും വികസനത്തിന്റെ പന്താവിലേക്ക് നടത്തിക്കൊണ്ടു പോകണം. അതിൽ വികസനത്തിന്റെ നേർക്കാഴ്ച ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ചുണ്ടുകളിൽ അതിൻ്റെ സ്വാദ് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാലമുണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഈ ഗവൺമെന്റ് നിർവഹിക്കുകയാണ്. വാർഷികാഘോഷങ്ങൾ എന്ന പേരതിനുണ്ടെങ്കിലും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഏതെങ്കിലും മാമാങ്കങ്ങളുടെ കെട്ടുകാഴ്ചയല്ല ഗവൺമെന്റിന്റെ 4ാം വാർഷികം അഥവാ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയുടെ 9ാം വാർഷികം. ഞാൻ വളരെ വിനയത്തോടെ എന്നാൽ ആത്മവിശ്വാസത്തോടെ ചോദിക്കട്ടെ, ഓരോ വർഷവും പ്രകടന പത്രികയിലൂടെ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്ര പാലിച്ചു എന്ന് നോക്കി ഓരോ വകുപ്പിൻ്റെയും നടപടിക്രമങ്ങളെ മുഖം നോക്കാതെ സ്വയം വിമർശനത്തിന് വിധേയമായി ഞങ്ങളെ ആത്മപരിശോധനയ്ക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാക്കി. ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ കോവിഡ് കാലത്തു പോലും ആ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആത്മവിമർശനത്തിന്റെ ചൂളയിലൂടെ കടത്തി പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ചർച്ച ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ 140 കോടി ഇന്ത്യക്കാർ പറയും അങ്ങനെയുള്ള ഗവൺമെന്റിന് ആ ഗവൺമെന്റ് ഭരിക്കുന്ന നാടിനൊരു പേരേയുള്ളൂ, അത് കേരളം എന്നാണ് എന്ന അഭിമാനബോധം. പ്രിയപ്പെട്ടവരെ, അവസാനിക്കുന്നു. ഈ ഗവൺമെന്റ് ചരിത്രത്തിൻ്റെ അത്ഭുതകരമായ മാറ്റത്തിന് വഴിയൊരുക്കി 3.5 കോടി വരുന്ന മലയാളിയെ ചേർത്തും പേർത്തും കരുതലോടെ കൈപിടിച്ച് ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്നൊരു മാറ്റമല്ല. കേരളം വരുംകാലങ്ങളിലെല്ലാം ആസ്വദിക്കാൻ പോകുന്ന വികസനത്തിൻ്റെ ഒരു വസന്തകാലത്തിൻ്റെ നേർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 4ാം വാർഷികാഘോഷത്തിൽ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.